കുഴപ്പമായി. എന്താടോ? കല്ലൻ ചാക്ക് സിയെ ചെറിയാൻ പൊക്കി. ആരോ ഒറ്റിയതാ, മഫ്തിയിലാ വന്നേ. സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നത്. ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലോ. വെറുതാ നീ SI മധുനെ വിളി. തല്ലും ചവിട്ടും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാനാ നീലാണ്ടൻ. SI അല്ലേ? ഉവ്വ. ഓഹോ, സബ് ജയില. ശരി, അങ്ങനെയാ. റിമാൻഡില്ല, സബ് ജയില്. അവിടം വരെ പോണം. വണ്ടി റെഡിയാക്ക്. അവൻ കുറ്റം ഏറ്റിരിക്കുക. ചതയ്ക്കാൻ ഇനി 1 ഇഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി. ഈ തടി പോക്ക. ഇനി ഇതുകൊണ്ട് ജോലി എടുത്ത് കഴിയാവും തോന്നുന്നില്ല. എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട്, പേടിക്കണ്ട. എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായില്ലോ സാറേ. പിന്നെ വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം. ഒരു തുക കൈ കിട്ടണം. പെണ്ണും പിള്ളേരും പട്ടിണിയായിരുന്നല്ലോ. എന്താ വേണ്ട? 5 ലക്ഷം. ഇതിലൊരു പേശല് വേണ്ട. എന്റെ അളിയൻ വരും. തുക അവന്റെ കിട്ടണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ തടിയൂരി എടുക്കും. ഈ 5 എന്നൊക്കെ പറയുന്നത് മുതലാളിക്കൊരു തുകയാണോ? ഏറ്റു. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്, കള്ളപ്പന്നി. ഇനി അത് നോക്കണ്ട. പെട്ടുപോയില്ലേ? എങ്ങനെയെങ്കിലും തലയൂരി എടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. 5 ലക്ഷം. മേലെടുത്തെ പറമ്പ് അല്ലേ വരേ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ അടുത്താ കാശ് തരാണ്ടാവുക? ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ ഞാൻ പണ്ടേ പറയാറില്ലേ, നമുക്കൊരാപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ലാന്ന്. ഇപ്പൊ അനുഭവത്തിൽ വന്നില്ലേ? താൻ പുരാണം വിളമ്പാതെ പറമ്പിന് ഒരാളെ പറയടോ. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നിങ്ങളൊക്കെ ഒന്ന് വാതുറക്ക്. ആളെന്ന് വെച്ചാ ഇപ്പൊ റെഡി ക്യാഷ് കയ്യിലുള്ള ഒരാളേ ഉള്ളൂ, വീരാൻകുട്ടി. അവനോ? അതാ സത്യം. നാണക്കേട് ഓർക്കണ്ട. വേറൊരു വഴിയില്ലാത്തോണ്ടാ അവനെ തന്നെ കാണാം. ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഇടനിലക്കാരൊന്നുമില്ലാതെ നീലൻ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത്. മനസ്സിലായി. വേറൊരു വഴിയില്ല അല്ല വരേ? ഇല്ല. സമയവും നമ്മുടെ കയ്യിൽ കുറവാ. എനിക്ക് ഇങ്ങളോട് ഒരലോഹ്യല്ല എന്നെ. ഇങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്തിച്ചു എല്ലാം പടച്ചോന്റെ ഒരു കളി. എന്നാ ഞാൻ എന്റെ വില അങ്ങ് പറയാം. എന്താ വരേ? ഒരു 6 ഉറുപ്പ്യക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. വീരാൻകുട്ടി, അത് വല്ലാണ്ട് കുറവല്ലേ? സെന്റിനൊരു... എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സമ്മതമാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ഫുൾ ക്യാഷ് ഇപ്പൊ തന്നെ കൈത്തരും. വീരാൻകുട്ടി മുമ്പ് പറഞ്ഞത്... മുമ്പ് പറഞ്ഞാലേ നിങ്ങളും മാറ്റിയില്ലേ? അതിൽ കൂടുതൽ വില ഞാൻ കാണുന്നില്ല. വരേ? അത് ഉറപ്പിച്ചോളൂ. നീല പറഞ്ഞ പോലെ ചെയ്യൂ. എന്നാ അങ്ങനെ തന്നെ. പാപ്പാ, അതിങ്ങോട്ട് എടുത്തോളി. ഫുൾ ക്യാഷാ. അതാ വീരാൻകുട്ടിയുടെ കച്ചവടം. എഴുതിക്കിലോ അടക്കിലോ ഒക്കെ നമുക്ക് വഴിയെ നടത്താം. എന്താ വരേ? വാപ്പാ, നിങ്ങൾ തന്നെ അത് മേനോൻകുട്ടിയുടെ കയ്യിലങ്ങോട്ട് കൊടുത്തേക്ക്. വരേ? മേലെടുത്ത പറമ്പ് കയ്യിൽ നിന്ന് പോയിന്ന് വെച്ചാ വരുമാനത്തിന്റെ 1/3 നഷ്ടപ്പെട്ടു എന്നാ. ഏത് കണ്ണുപൊട്ടനും 10-12 രൂപ തരുന്ന വസ്തുവാ 6 രൂപയ്ക്ക് അവൻ തട്ടിയെടുത്തത്. പോട്ടെ വരേ, അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട്. വരേ, ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യ. ആ തലവര, അല്ലാതെ എന്താ ഞാൻ പറയാ? എന്നാ ഇനി ചിന്തിച്ച് ഞാൻ പ്രയാസപ്പെടണ്ട. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും. എങ്ങടാ മാഷേ? എങ്ങോട്ടുമില്ല. എന്നാ കേറുക. ഇല്ല, പോട്ടെ. അതെന്ത് പറച്ചില്ല മാഷേ? ഇങ്ങോട്ട് കയറൂന്നേ. വേണ്ട, എന്നെ വിട്ടേക്ക്. ഇല്ല, തൽക്കാലം നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേറിയില്ലേ നീലെണ്ണ പൊക്കിയെടുത്ത് ജീപ്പിലിടും. നല്ല കുട്ടിയായിട്ട് കേറിക്കേ.
മാഷില്ലേ? ആരാ? അർബൻ ബാങ്കിൽ നിന്നാ, റവന്യൂ റിക്കവറി. കൊടുക്കാവുന്ന അവധിയെല്ലാം കഴിഞ്ഞു. ഇനി ജപ്തിയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളോട് സഹകരിക്കണം. അത് അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്തപ്പോ ഞങ്ങൾ അയച്ച രജിസ്റ്റർ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയതല്ലേ, ആ നിലയ്ക്ക് കാക്കേണ്ട കാര്യമില്ല. നിൽക്കൂ, കുറച്ചു സമയം വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഇപ്പോ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഉടനെ വരാം. മോളെ ശാരദ, ചേച്ചിപ്പോ വരാം. മാഷേ, അപ്പു മാഷേ, എങ്ങട്ടാ കുട്ടിയെ നട്ടുച്ചയ്ക്ക് മണ്ടണേ? അച്ഛനെ കണ്ടോ ചോദിപ്പിലെ? മാഷ് മംഗലശ്ശേരിയിലെ വണ്ടിയിൽ പോണത് കണ്ടല്ലോ. എന്താ കാര്യം? മാഷ് ഇങ്ങനെ മിണ്ടാട്ടം ഇല്ലാതിരിക്കണേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാഷേ, എനിക്കതിലെ പ്രയാസമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാ? പിന്നെ മോളുടെ തീരുമാനം അത് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു പിടിവാശിയുണ്ടോ? എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്നാ? എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ എന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ താൻ? എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയടോ നീലകണ്ഠ? തന്റെ ധാർഷ്ട്യം അഴിച്ചുമാറ്റി ആ ചെലങ്കയിലെ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ട് ഉരുക്കിയെടുത്തതാണെന്ന് തനിക്കറിയോ? അറിയില്ല. അറിയണമെങ്കിൽ ഇതിനകത്ത് 3 അക്ഷരമുള്ള ഒരു വസ്തു വേണം. ഉള്ളിലെ വേദന എല്ലാം കൂടെ പുറത്തു വന്നപ്പോ കണ്ണു കണ്ടില്ല. ഓർക്കണം. പക്ഷേ ആശ്വസിപ്പിക്കാൻ പറയേണ്ട നല്ല വാക്കുകളൊന്നും എന്റെ നാക്കിൽ വരില്ല. ഹൃദയമില്ലാത്തവനാ, ദുഷ്ടനാ. പക്ഷേ നിങ്ങളുടെ ഈ കണ്ണീര് എന്റെ ഉള്ളിൽ വീണ് പൊള്ളുന്നുണ്ട്. അതെനിക്ക് നെഞ്ചുകേറി കാണിച്ചു തരാൻ കഴിയില്ല. കുറ്റമേറ്റു പറഞ്ഞും പ്രായച്ചിത്തം ചെയ്തും അനുഭവമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പറയൂ, ഞാൻ എന്ത് വേണം പറയൂ മാഷെ. ഈ മുഖത്ത് നോക്കി ദേഷ്യം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര.